ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയർ ആണ് ക്ലൗഡ് ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയർ. ക്ലൗഡ് ബേസ്ഡ് ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയർ. എന്താണ് ക്ലൗഡ് ബേസ്ഡ് ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയർ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങളിൽ പല ആളുകളും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഒന്നെങ്കിൽ ബോട്ട് മാസ്റ്റർ, അല്ലെങ്കിൽ ബൾക്ക് വാട്സപ്പ് സെൻറ്റർ, അല്ലെങ്കിൽ വാ സെൻറ്റർ, അല്ലെങ്കിൽ വാ ബൂസ്റ്റർ, അങ്ങനെ പല പേരിലുള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കും. ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ നോർമൽ ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയറുകളാണ്. ഏതെങ്കിലും ഒരു ഡിവൈസിലോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ മാത്രമോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ്. എന്നാൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വളരെയധികം ഫീച്ചേഴ്സ് ഉള്ളൊരു സോഫ്റ്റ്വെയർ, എന്നാൽ അതിൻ്റെ വലിയൊരു പ്രൈസ് ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത, എന്നാൽ കുറച്ച് റേറ്റിലെ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉള്ള സോഫ്റ്റ്വെയർ ആണ് ക്ലൗഡ് ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയർ. എന്താണ് ക്ലൗഡ് ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയർ എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതകളും ഈ നോർമൽ സോഫ്റ്റ്വെയർസ് ഈ ക്ലൗഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിവൈസ് യൂസിങ് ആണ്. ഇപ്പോൾ നോർമൽ ബൾക്ക് സോഫ്റ്റ്വെയർ, ബോട്ട് മാസ്റ്റർ, വാ സെൻറ്റർ, ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസാണ്. മാത്രമല്ല സിംഗിൾ ഡിവൈസ് യൂസർ ആയിരിക്കും. അഥവാ ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമുക്ക് അർജൻറ്റായിട്ട് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അർജൻറ്റായിട്ട് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് മൊബൈലിൽ ഉപയോഗിക്കേണ്ടി വന്നാൽ, ടാബ്ലറ്റിൽ ഉപയോഗിക്കേണ്ടി വന്നാൽ, അതൊന്നും എന്ത് ചെയ്യില്ല, നോർമൽ ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ക്ലൗഡ് ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയർ തീർത്തും ഡിഫറെൻ്റ് ആണ്. ക്ലൗഡ് ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ബേസ്ഡാണ്. പക്ഷേ വെബ്സൈറ്റ് അല്ല, അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, കമ്പ്യൂട്ടർ വെർഷൻസ് ഉണ്ട്. പക്ഷെ അത് ക്ലൗഡിൽ വരുന്ന സാധനം ആയതുകൊണ്ട് തന്നെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നമ്മളൊരു ലിങ്ക് കയറിയിട്ട് യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് നമുക്ക് ഏത് ഡിവൈസൊന്നും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ഡിവൈസ് ആക്സസ് ആണ്. എപ്പോൾ വേണമെങ്കിലും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ, കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരെ വേറെ ഏതെങ്കിലും ഒരു ഫോണിൽ യൂസർ ഐ ഡി പാസ്വേഡ് അടിച്ചിട്ട് അവിടെ ഈ സോഫ്റ്റ്വെയർ എടുത്തിട്ട് ഉപയോഗിക്കാം. മൊബൈലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ക്ലൗഡ് ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയർ. പക്ഷേ ഈ പറഞ്ഞ പല സോഫ്റ്റ്വെയർസും നമുക്ക് മൊബൈൽ വെർഷൻ അവൈലബിൾ അല്ല. ഇത് മൊബൈലിലും കമ്പ്യൂട്ടറിലും ടാബ്ലറ്റിലും, എന്തിനേറെ പറയുന്നു, ഐഫോണിൽ വരെ, ആപ്പിൾ ഡിവൈസസ് ആയ ഐഫോണിലും ഐപാഡിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ക്ലൗഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ അപ്ഡേഷൻസ് ആണ്. ഇപ്പോൾ നോർമൽ സോഫ്റ്റ്വെയർ ബോട്ട് മാസ്റ്റർ, വാ സെൻറ്റർ ഒക്കെ നമുക്കറിയാം. അതിനൊക്കെ ഓരോ സമയവും, ഇപ്പോൾ ഒരു 1 ഇയറാണ് നമ്മൾ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ത്രൂ ഔട്ട് ഇയറിൽ പല മന്തിലും ഇതിൻ്റെ അപ്ഡേഷൻസ് വരും. ഈ അപ്ഡേഷൻ വരുമ്പോഴൊക്കെ പുതിയ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം, പുതിയ ഫയൽ ആക്ടിവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യണം. ഇടയ്ക്ക് ചിലപ്പോൾ ആക്ടിവേഷൻ കീ ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഈ ക്ലൗഡ് ഓട്ടോ അപ്ഡേഷൻസ് ആണ്. അഥവാ അപ്ഡേഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് അവിടെ അപ്ഡേറ്റ് ആയിക്കോളും. അത് അവിടുന്ന് ടെക്നീഷ്യൻ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് എല്ലാവരുടെ ഐഡിയയിലും ഓട്ടോമാറ്റിക് അപ്ഡേഷൻസ് വരും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഇത് മൊബൈലിൽ ഉപയോഗിക്കാം, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം. പല സോഫ്റ്റ്വെയർസും മൊബൈലിൽ കമ്പ്യൂട്ടറിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചില സോഫ്റ്റ്വെയർ മൊബൈലിൽ ഉപയോഗിക്കുന്ന ബൾക്ക് സോഫ്റ്റ്വെയർ ഇല്ല എന്ന് തന്നെ പറയാം. ഉണ്ടെങ്കിൽ തന്നെ അത് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് ചെയ്യുന്നത്. ഇത് മൊബൈലിലും ഉപയോഗിക്കുക, കമ്പ്യൂട്ടറിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് ക്ലൗഡ് ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയർ. പിന്നെ ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ ഡിവൈസ് ലോഗിൻ. നമ്മളിപ്പോൾ ഒരു ഫോണിൽ നിന്നുള്ള, അഥവാ ഒരു സിസ്റ്റത്തിൽ ചെയ്യാന്നുള്ളതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡിവൈസിലല്ല നമ്മളിത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഏത് മൊബൈലിലും, ഏത് സിസ്റ്റത്തിലും, ഏത് ടാബ്ലറ്റിലും, ഏത് മാക്ബുക്കിലും, ഏത് ഐപാഡിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറി മാറി ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ ക്ലൗഡിൻ്റെ മറ്റൊരു വലിയൊരു പ്രത്യേകത. പിന്നെ നമ്മളിപ്പോൾ നോർമൽ സോഫ്റ്റ്വെയറിലൊക്കെ ഗ്രൂപ്പുകളിലെ നമ്പറുകളൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് ഗ്രാബിംഗ് ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അഥവാ കോംപ്ലിക്കേറ്റഡ് മീൻസ് നമുക്ക് സിമ്പിളാണ്, പക്ഷെ ക്ലൗഡിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നോർമൽ സോഫ്റ്റ്വെയർ. ക്ലൗഡിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ടെലഗ്രാമിലൊക്കെ മൂവീസ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ ഒരു വാട്സപ്പ് അവിടെ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്സപ്പിലുള്ള മൊത്തം ഗ്രൂപ്പുകൾ ഒരു ലിസ്റ്റ് ആയിട്ട് അവിടെ വരും. അതിൻ്റെ നേരെ ജസ്റ്റ് ഒരു ഡൗൺലോഡ് ക്ലിക്ക് കഴിഞ്ഞാൽ ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എക്സൽ ഷീറ്റായിട്ട് നിങ്ങളുടെ ഫോണിലും നിങ്ങളുടെ ഡിവൈസുകളിലൊക്കെ നമുക്ക് നേരെ ഡൗൺലോഡ് ആയി കിട്ടുന്നതാണ്. പെട്ടെന്ന് ഈസിയർ ആയിട്ട് നമുക്ക് ഗ്രൂപ്പിലത്തെ നമ്പേഴ്സൊക്കെ എടുക്കുന്നതിന് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിലുള്ള ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമില്ല, എന്നിരുന്നാലും അത് കസ്റ്റമറിന് വളരെ യൂസ്ഫുൾ ആണ്. ഒന്ന് മെസ്സേജസും അതുപോലെ കോണ്ടാക്ട് നമ്പേഴ്സൊക്കെ നമ്മൾ ഓരോ തവണയും, ഇപ്പോൾ നോർമൽ സോഫ്റ്റ്വെയറിലാണെങ്കിൽ നമുക്കറിയാം ഈ അയക്കാനുള്ള മെസ്സേജുകൾ, ഇമേജസ്, PDF, ഇതൊക്കെ ഓരോ സമയവും നമ്മൾ മെസ്സേജ് പോകുമ്പോൾ ഓരോ സമയവും എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് അയക്കണം. പക്ഷേ പിന്നെ അതേപോലെ കോണ്ടാക്ട്സ് ആണെങ്കിലും നമ്മൾ ഓരോ സമയം ഓരോ എക്സൽ ഷീറ്റിൽ നിന്നും അവിടെ നിന്നൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടോ അപ്ലോഡൊക്കെ ചെയ്തിട്ട് ചെയ്യണം.
പക്ഷേ ഈ ക്ലൗഡ് സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ നമുക്കതിൽ 10 ലക്ഷവും 10,000 കോണ്ടാക്ട്സ് ഒക്കെ സേവ് ചെയ്ത് ഓരോ ഫോൾഡർ ആയിട്ട് അല്ലെങ്കിൽ ലിസ്റ്റ് ആയിട്ട് ക്ലൗഡായിട്ട് സേവ് ചെയ്ത് വെക്കാനുള്ള ഫീച്ചർ ഈ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് അയക്കാനുള്ള മാറ്റേഴ്സ്, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വേറൊരു പ്രൊമോഷൻ ആയിരിക്കും, അങ്ങനെ ചിലപ്പോൾ 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊമോഷൻസ് നമ്മൾ പല സമയത്ത്, ഇതൊക്കെ നമുക്ക് ഓരോ പ്രൊമോഷൻസും അവിടെ അതിൻ്റെ ടെംപ്ലേറ്റ്, ഇപ്പോൾ ഒരു ഇമേജ്, ഒരു PDF, അതിൻ്റെ കൂടുതലുള്ള ടെക്സ്റ്റുകൾ, അങ്ങനെ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് വേറെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ആയിട്ട് ഓട്ടോ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ സേവ് ചെയ്ത സാധനം പിന്നീട് നമ്മൾ പെട്ടെന്ന് മെസ്സേജസ് ക്യാമ്പയിൻ റൺ ചെയ്ത സമയത്ത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. അത് ഓരോന്നും ഓരോ ഫയലിൽ നിന്നും അവിടുന്നും ഗാലറിയിൽ നിന്നും എടുത്തിട്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. സിമ്പിളായിട്ട് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടെംപ്ലേറ്റ് അവിടെ ഓക്കെ കൊടുക്കാൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ധാരാളം ഫീച്ചേഴ്സ്, നോർമൽ സോഫ്റ്റ്വെയറിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ക്ലൗഡ് ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയർ എന്നുള്ളത്. അപ്പോൾ ക്ലൗഡ് ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിലും ഒക്കെ കൊടുക്കാം. ജസ്റ്റ് കാണുക. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ക്ലൗഡ് ബൾക്ക് വാട്സപ്പ് സോഫ്റ്റ്വെയർ ഈസ് വെരി ബെറ്റർ ദാൻ എനി നോർമൽ സോഫ്റ്റ്വെയർസ്. ജസ്റ്റ് ട്രൈ ഇറ്റ്.